अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين हमारे बच्चे अमूमन നമ്മുടെ കുട്ടികൾ माशाल्लाह बड़ी छोटी उम्र में മാഷാ അല്ലാ ചെറുപ്രായത്തിൽ തന്നെ जिनकी माओं വിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കാറുണ്ട്. के हमारी ഏതൊരു ഉമ്മമാർക്കാണോ जल्द कुरान करीम തന്റെ കുട്ടികൾ വേഗം വിശുദ്ധ ഖുർആൻ ഓതി തീർക്കണമെന്ന ആഗ്രഹമുള്ളത്, അവർ അതിനായി കഠിന പ്രയത്നം നടത്തുകയും ചെയ്യുന്നു. जब मैं जाता ഇവിടെയും അതേപോലെ മറ്റ് നാടുകളിൽ ഞാൻ പോകുമ്പോഴും भी बच्चों और वालिदैन को शौक होता है कि मेरे सामने മാതാപിതാക്കൾക്ക് എന്റെ മുമ്പാകെ കുട്ടികളെ കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിച്ച് അവരുടെ ആമീൻ നടത്താൻ അതിയായ ആഗ്രഹം കാണാറുണ്ട്. कुरान करीम खत्म करवाने के बाद എന്നാൽ ഒരു പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഓതി തീർത്തതിനു ശേഷം कुरान करीम അത് വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യുന്നതിലും സ്ഥിരമായി വിശുദ്ധ ഖുർആൻ പാരായണ ശീലം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടി जितना ആദ്യം ഓതി തീർക്കുന്നതിനായി खत्म करवा പ്രയത്നിച്ചതുപോലുള്ള പ്രയത്നം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. के तला ഞാൻ കുട്ടികളോട് या नहीं बाजों के पढ़ने के സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അതേപോലെ ചിലരുടെ ഓതുന്ന രീതി കാണുമ്പോഴും ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നു. मुस्बत जवाब नहीं होता പൊതുവിൽ സ്ഥിരമായി ഓതുന്നുണ്ടോ എന്നതിന് അനുകൂലമായിരിക്കില്ല മറുപടി. करवाने के बाद भी കുട്ടികളിൽ निगरानी സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ശീലം के बच्चे फिर बाकायदा വളർത്തിയെടുക്കാൻ कुरान करीम की മാതാവും करने की आदत डालें। പിതാവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. बस अपनी फिक्रें सिर्फ एक दफ़ा कुरान करीम ख़त्म करवाने तक ही महदूद न रखें, बल्कि ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർത്താൽ മതി എന്നത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ ചിന്ത. निगरानी की ज़रूरत है। മറിച്ച് करीम അതിനുശേഷവും സ്ഥിരമായി ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കേണ്ടത് ആവശ്യമാണ്. करवाना एक बहुत अहम काम है। വിശുദ്ധ ഖുർആൻ बाज़ माएँ പഠിപ്പിക്കുകയും 4-5 ആദ്യമായി അത് कुरान ഓതി പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതും വളരെ സുപ്രധാനമായ പ്രവൃത്തി തന്നെയാണ്. बड़ा मेहनत तलब काम है। ചില ഉമ്മമാർ 4-5 വയസ്സുള്ള കുട്ടികളെ ഖുർആൻ പൂർണ്ണമായും ഓതിപ്പിക്കുന്നു. इससे जारी ഇത് തീർച്ചയായും വളരെയധികം അധ്വാനമുള്ള പ്രവൃത്തി തന്നെയാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ दिनों സ്ഥിരമായി ഈ പാരായണം നിലനിർത്തുക എന്നതും जिसमें मेरी वालदा അതിനേക്കാളും പ്രധാനമായ പ്രവൃത്തിയാണ്. ने കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ കത്ത് എനിക്ക് കിട്ടി. शुक्रगुजार हूँ। അതിൽ എന്റെ ഉമ്മയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ആ കത്തിൽ എഴുതുന്നു,
അവർ ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഞാൻ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. ഒരിക്കൽ ഞാൻ എന്റെ കുട്ടിയെ ഖുർആൻ ഓതി പൂർത്തിയാക്കിയപ്പോൾ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വളരെ അഭിമാനത്തോടെ ഞാൻ അവരോട് പറഞ്ഞു, ഈ കുട്ടി 6 വയസ്സായപ്പോൾ തന്നെ ഖുർആൻ ഓതി തീർത്തിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, 6 or 5 വയസ്സിൽ ഖുർആൻ ഓതി തീർക്കുക എന്നത് അത്ര വലിയ ശ്രേഷ്ഠതയൊന്നുമല്ല. നിങ്ങൾ ഈ കുട്ടിയുടെ മനസ്സിൽ എത്ര കണ്ട് ഖുർആനോടുള്ള സ്നേഹം നിറച്ചിരിക്കുന്നു എന്നെനിക്ക് പറഞ്ഞു തന്നാലും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആന്റെ സ്നേഹം ഉണ്ടാക്കേണ്ടതും അനിവാര്യമാണ്. അപ്പോഴാണ് കുട്ടികൾക്ക് സ്വയം പാരായണം ചെയ്യാൻ താല്പര്യം ഉണ്ടായിത്തീരുക. ഏതൊരു കാലഘട്ടത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത്, ഇവിടെ കുട്ടികൾക്ക് താല്പര്യം ജനിക്കുന്ന വിവിധ മേഖലകളുണ്ട്. TV, ഇന്റർനെറ്റ്, മറ്റ് പുസ്തകങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. ഈ സാഹചര്യത്തിൽ കുട്ടികൾ കാലത്ത് തന്നെ സ്ഥിരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അവരെ വിശുദ്ധ ഖുർആന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ഹൃദയവർജകമായ വസ്തുക്കൾ ഉണ്ടാകുന്ന ഇക്കാലത്ത്, വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഇക്കാലത്ത്, വിവിധങ്ങളായ അറിവുകൾ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് വിശുദ്ധ ഖുർആൻ പഠനത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നു. ഇക്കാര്യത്തിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കുട്ടികളിൽ വിശുദ്ധ ഖുർആനോടുള്ള താല്പര്യം വർദ്ധിക്കുന്നത്, മാതാപിതാക്കൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ശീലമുള്ളവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും പഠിക്കുന്നവരും ആകുമ്പോഴാണ്. അപ്പോഴായിരിക്കും അത് പഠിക്കുന്ന കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ. ഓരോ വീട്ടിൽ നിന്നും സുബ്ഹ് നമസ്കാരത്തിന് ശേഷം, അതല്ലെങ്കിൽ തണുപ്പ് കാലത്ത് സുബ്ഹ് നമസ്കാര സമയം കുറെ മുന്നോട്ട് വരുമ്പോൾ ജോലിക്ക് പോകാനും മറ്റും നമസ്കരിച്ച ഉടനെ പുറപ്പെടേണ്ടതുണ്ടെങ്കിൽ, നമസ്കാരത്തിന് മുമ്പേ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട് വിശുദ്ധ ഖുർആൻ കാരണമായി അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെടുന്നതാണ്. കുട്ടികൾക്കും ഇക്കാര്യത്തിൽ അതീവ താല്പര്യമുണ്ടായിത്തീരും. കുട്ടികളും ഒരു വിശ്വാസിയിൽ ഉണ്ടായിത്തീരേണ്ട നന്മകളിൽ ചരിക്കുന്നവരായിത്തീരും. മാത്രമല്ല, അവർ വളരുന്നതിനനുസരിച്ച് വിശുദ്ധ ഖുർആന്റെ മഹത്വവും സ്നേഹവും അവരുടെ ഹൃദയത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ശ്രദ്ധയോടുകൂടി നാം ഓരോരുത്തരും സ്ഥിരമായി പാരായണം ചെയ്യുകയാണെങ്കിൽ വീടുകളിൽ ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ സ്നേഹം വർദ്ധിക്കുന്നത് ദർശിക്കുന്നതോടൊപ്പം അവിടെ കുട്ടികളും ജമാഅത്തിന്റെ ഗുണപ്രദമായ വ്യക്തികളായി തീരുകയും ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ തർബിയത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടാകും. ഇവയെല്ലാം ഒരു അഹമ്മദിക്ക് തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനായി വളരെയധികം ശ്രദ്ധയോടെ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. ഇക്കാലത്ത് വിശുദ്ധ ഖുർആന് മറ്റെല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമായ സ്ഥാനം നൽകുന്നവരായി നമ്മെ മാറ്റുക എന്ന ഉദ്ദേശത്തിനായിട്ടാണ് അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആഗമന ലക്ഷ്യവും ഇത് തന്നെയാണ്. ഇതിന് പൂർണ്ണമായ ആദരവ് നൽകുക. ഇതിന് തുല്യമായി മറ്റൊന്നും തന്നെ ഇല്ലാതിരിക്കട്ടെ. വിശുദ്ധ ഖുർആന്റെ ആദരവ് എന്നാൽ പൊതുവിൽ അനഹമ്മദികൾ ചെയ്യുന്നത് പോലുള്ള ബാഹ്യമായ ആദരവിൽ മാത്രം ഒതുക്കരുത്. അവർ അതിനെ സുന്ദരമായ വസ്ത്രം കൊണ്ട് പൊതിയുന്നു, മനോഹരമായ ഷെൽഫിൽ അതിനെ വെക്കുന്നു, അതല്ലെങ്കിൽ ഭംഗിയുള്ള പെട്ടിയിൽ അതിനെ വെക്കുന്നു. വിശുദ്ധ ഖുർആനോടുള്ള യഥാർത്ഥ ആദരവും അതിനോടുള്ള സ്നേഹവും എന്താണെന്നാൽ അതിന്റെ കൽപ്പനകൾ അനുസരിച്ച് കഴിവതും പ്രവർത്തിക്കുക എന്നതാണ്. അതിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അള്ളാഹു തടഞ്ഞ കാര്യങ്ങളിൽ നിന്നും മനുഷ്യൻ വിട്ടുനിൽക്കുക. ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുന്നതിനായി
തന്റെ സർവ്വവിധ കഴിവുകളും പ്രാപ്തികളും വിനിയോഗിക്കുകയും ചെയ്യുക. अल्लाह ताला का खौफ दिल में रखते हुए इसकी तिलावत कीजिए. അള്ളാഹുവിന്റെ ഭയം हज़रत मसीह मौद ഹൃദയത്തിൽ വെച്ചുകൊണ്ട് बेशुमार അത് പാരായണം ചെയ്യുക. अपनी मजालिस में ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ സ്ഥലങ്ങളിൽ തന്റെ ഗ്രന്ഥങ്ങളിലും സദസ്സുകളിലും മൽഫൂസാത്തിലും വിശുദ്ധ ഖുർആന്റെ മഹത്വം വിവരിച്ചിട്ടുണ്ട്. जो एक बैत कुनंदा को ഈ കാര്യങ്ങളെല്ലാം അവിടെ വിവരിച്ചിട്ടുണ്ട്. ബൈഅത്ത് ചെയ്ത ഒരു അഹമ്മദിയിൽ നിന്നും ആ മഹാത്മാവ് പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാമാണെന്നും को तिलावत അതിൽ വിവരിച്ചിട്ടുണ്ട്. भरने की बहुत ज्यादा അതുകൊണ്ട് നമ്മുടെ വീടുകളെ വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട് നമുക്ക് നിറയ്ക്കേണ്ടിയിരിക്കുന്നു. उसका तर्जुमा भी വിശുദ്ധ ഖുർആൻ ताकि उसके अहकाम समझ में आए. പാരായണം ചെയ്യുന്നതോടൊപ്പം അതിന്റെ അർത്ഥവും വായിക്കേണ്ടതാണ്. അപ്പോഴാണ് അതിന്റെ കൽപ്പനകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. के समझने വീടുകളിൽ കുട്ടികളുടെ മുമ്പാകെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അത് മനസ്സിലാക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട बच्चों के सामने കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുക. പാരായണശീലം വളർത്തുക. വിശുദ്ധ ഖുർആനിലുള്ള ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് അത് കുട്ടികളിരിക്കുന്ന സദസ്സിൽ സമർപ്പിക്കുക. അങ്ങനെ കുട്ടികളിലും ഇക്കാര്യത്തിൽ താല്പര്യം ഉണ്ടായിത്തീരുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരവും അതേപോലെ വിശുദ്ധ ഖുർആന്റെ തർജ്ജമ എന്നിവ അറിഞ്ഞിരിക്കേണ്ടത് വളരെ और असल अरबी അനിവാര്യമായ കാര്യങ്ങളാണെന്ന് പറയുകയുണ്ടായി. इसकी എന്നാൽ തർജ്ജമ മാത്രം വായിക്കുകയും माया അറബിയിലുള്ള യഥാർത്ഥ ഖുർആൻ വചനങ്ങൾ പാരായണം ചെയ്യാതിരിക്കുക എന്നതും ശരിയല്ല. അതിനുള്ള അനുവാദവുമില്ല. പറയുന്നു, बातिल होता है. വിശുദ്ധ ഖുർആന്റെ തർജ്ജമ മാത്രം വായിക്കാൻ നാം ഒരിക്കലും അനുവാദം തരുന്നതല്ല. ഇത് മുഖേന വിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്ത് ഇല്ലാതായിത്തീരുന്നതാണ്. चाहता है कि कुरान ആരാണോ വിശുദ്ധ ഖുർആന്റെ बस कुरान തർജ്ജമ മാത്രം വായിച്ചാൽ മതി എന്ന് പറയുന്നത്, അവർ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഭൂമിയിൽ നിലനിൽക്കരുത് എന്നാണ്. बड़ा एजाज है कि अब तक ये अपनी असली हालत में है. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ തനതായ നിലയിൽ നിലനിൽക്കുക എന്നത് തന്നെയാണ് അതിന്റെ മുഅ്ജിസത്ത്. वइन्ना लहू लहाफिज़ून. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്നത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. നാം തന്നെയാണ് ഈ ദിക്റിനെ ഇറക്കിയിരിക്കുന്നത്. നിശ്ചയമായും നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ്. ये एजाज जैसे कि हज़रत मसीह मौद ने फरमाया कि ये असली इबारत में अरबी इबारत ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ और അറബി ഭാഷയിൽ മുമ്പുള്ള അതേ രീതിയിൽ വിശുദ്ധ ഖുർആൻ ഇപ്പോഴും തുടർന്നു വരുന്നു. കഠിന എതിരാളികളും वो भी इतराफ ഇസ്ലാമിക വൈരികൾ പോലും कि कुरान करीम अपनी സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ അതിന്റെ തനതായ രീതിയിൽ ഇന്നും സുരക്ഷിതമായിരിക്കുന്നു എന്നാണ്. शुरू हो जाए തർജ്ജമയിൽ മാത്രം നാം ആശ്രയിക്കുകയാണെങ്കിൽ देखते हैं कि बहुत मुख्तलिफ, തർജ്ജമ बल्कि जब हम अपना तर्जुमा വിവിധ രീതിയിൽ ഇപ്പോൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. तो तस्लीम करते हैं നാം നമ്മുടെ പരിഭാഷ ലോകസമക്ഷം സമർപ്പിക്കുമ്പോൾ बिल्कुल मुख्तलिफ है. ഈ പരിഭാഷ മറ്റുള്ളവയിൽ നിന്നെല്ലാം തികച്ചും ഭിന്നമാണെന്ന് അവർ അംഗീകരിക്കുന്നു. पर इतराज करने वाले पादरी കാരണം മറ്റുള്ളവർ ശരിയായ രീതിയിൽ തർജ്ജമ ചെയ്തിട്ടില്ല. अमेरिका में कुरान करीम ഇസ്ലാമിനെ വിമർശിക്കുന്ന അമേരിക്കയിലെ ഒരു പാതിരി ये थे, अरबी टेक्स्ट नहीं लिया था, मतन नहीं लिया था. വിവിധ പരിഭാഷകളിൽ നിന്നും എടുത്തുകൊണ്ട് इस्लाम ये कुरान ये कहता है. उसको जब हमने अपनी ഇസ്ലാം ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയുണ്ടായി. बड़ा पिछा അറബി മൂലം അദ്ദേഹം എടുത്തിരുന്നില്ല. എന്നാൽ അയാൾക്ക് നമ്മുടെ തഫ്സീർ കൊടുത്തപ്പോൾ പിന്നീട് അയാൾക്ക് ഒരു മറുപടിയും തരാൻ ഉണ്ടായിരുന്നില്ല. കുറെ പാടുപെട്ടതിനു ശേഷം അവസാനം പറഞ്ഞത്, ഞാൻ എഴുതിയതും മുസ്ലിങ്ങൾ ചെയ്ത പരിഭാഷയിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. तर्जुमे में ചുരുക്കത്തിൽ അറബിയുടെ भीतर का മൂലത്തോട് വളരെ താതാത്മ്യം പുലർത്തുന്ന और मारफ सिखाए हैं. പരിഭാഷ നമുക്ക് പഠിപ്പിച്ചതും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ്. അതിന്റെ ശരിയായ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. ഇവിടെ അനുബന്ധമായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം അഹമ്മദിയത്തിന്റെ വിമർശകരുടെ ഒരു പരാമർശം എന്റെ കൺമുമ്പിലൂടെ കടന്നുപോയി. അതിൽ പറയുന്നത്, മിർസ സാഹിബ് നബിയായിരുന്നെങ്കിൽ ഇമാം അബു ഹനീഫയെ പിൻപറ്റാൻ അദ്ദേഹം തന്റെ ജമാഅത്തിനോട് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഇതിനുള്ള മറുപടി വിവിധ ലിഖിതങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പിൻപറ്റുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ആരോ പറഞ്ഞു, तर्जुमा पढ़ना
ഹനഫി മദ്ഹബിൽ വിശുദ്ധ ഖുർആന്റെ തർജ്ജമ മാത്രം വായിച്ചാൽ മതി എന്നാണുള്ളത്. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഇതാണ് ഇമാം ആസമിന്റെ മദ്ഹബെങ്കിൽ ഇത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റാണ്. അദ്ദേഹം ഇമാമാണ്, ഇസ്ലാമിന് വേണ്ടി മഹത്തായ സേവനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പല മസലകളും അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഖുർആന്റെ തർജ്ജമ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്. ചുരുക്കത്തിൽ ഇക്കാലത്ത് വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചിട്ടുള്ളത്. ആ മഹാത്മാവ് തന്റെ ജമാഅത്തിന് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിനെ കുറിച്ചും ഇതിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും വിവിധ സ്ഥലങ്ങളിൽ ഉപദേശിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നു, വിശുദ്ധ ഖുർആൻ ആകാശീയ നിയമങ്ങളും മോക്ഷത്തിനുള്ള മാർഗവുമാണ്. ഈ വചനത്തിന്റെ പശ്ചാത്തലം ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണം വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനം തെളിയിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ എന്നത് ആകാശീയ നിയമങ്ങളാണ്, ദൈവത്തിന്റെ നിയമങ്ങളാണ്. അതുകൊണ്ട് ഇത് മോക്ഷത്തിനുള്ള മാർഗവുമാണ്. ഭൗതിക നിയമങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നിയമം ഉണ്ടായി എന്നതുകൊണ്ട് അത് ഫലം ചെയ്യില്ല. അത് നടപ്പിൽ വരുത്തുകയും ജനങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആന്റെ നിയമവും ഫലം നൽകുന്നതും മോക്ഷത്തിന് കാരണമായി തീരുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മോക്ഷത്തിനത് കാരണമായി തീരുന്നതല്ല. അത് വായിക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നതല്ല, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാകുന്നതല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെയും പാരിതോഷികങ്ങളുടെയും അവകാശികളായി നാം മാറില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. ബാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഓർക്കുക, വിശുദ്ധ ഖുർആൻ യഥാർത്ഥ അനുഗ്രഹങ്ങളുടെ ഉറവിടവും മോക്ഷത്തിന്റെ മാർഗവുമാണ്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാത്തത് ജനങ്ങളുടെ തെറ്റാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കാത്തവരിൽ ഒരു വിഭാഗം ഇതിൽ വിശ്വസിക്കാത്തവരാണ്. അവർ ഇതിനെ അള്ളാഹുവിന്റെ വചനമായി മനസ്സിലാക്കുന്നില്ല. ഇക്കൂട്ടർ വളരെ വിദൂരത്താണ് നിൽക്കുന്നത്. എന്നാൽ ഇത് അള്ളാഹുവിന്റെ വചനമാണെന്ന് വിശ്വസിക്കുകയും മോക്ഷത്തിനുള്ള ശമനം നൽകുന്ന കുറിപ്പടിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നവർ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തുമാത്രം ആശ്ചര്യവും ദുഃഖകരവുമായ പ്രവൃത്തിയാണ്. ഇവരിൽ പലരും ജീവിതകാലം മുഴുവൻ ഇത് ഒരാവർത്തി ഓതുക പോലും ചെയ്യാത്തവരാണ്. അള്ളാഹുവിന്റെ വചനത്തിൽ നിന്നും ഇത്രമാത്രം അശ്രദ്ധനായി കഴിയുന്ന വ്യക്തിയുടെ ഉദാഹരണം, ഇന്ന ഉറവിടം പവിത്രവും പരിശുദ്ധവും അതിന്റെ വെള്ളം വിവിധങ്ങളായ വ്യാധികൾക്ക് ശമനൌഷധവുമാണെന്ന് ശരിക്കും അറിയുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ്. ഈ അറിവ് അദ്ദേഹത്തിന് ശരിക്കുമുണ്ട്. ഈ അറിവ് ഉണ്ടായിട്ടും ദാഹവും വിവിധ രോഗങ്ങളിൽ അടിപ്പെട്ടിട്ടും ആ വ്യക്തി ആ ശമനം നൽകുന്ന ഉറവിടത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല. അതിനടുത്ത് പോകാതിരിക്കുക എന്നത് അയാളുടെ ദൗർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ. മാത്രമല്ല അജ്ഞതയും കൂടിയാണ്. അയാൾ ആ ഉറവിടത്തിൽ നിന്ന് വെള്ളം കുടിക്കണമായിരുന്നു. അതിൽ നിന്നും വയറു നിറയെ വെള്ളം കുടിക്കുകയും ആ പാനീയത്തിൽ നിന്ന് ആനന്ദം കൈക്കൊള്ളുകയും ചെയ്യേണ്ടതായിരുന്നു. എല്ലാ അറിവും ഉണ്ടായിട്ടും ഒന്നും അറിയാത്തതിനെ പോലെ അയാളും അതിൽ നിന്നും അകന്നിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് വേദനാനിർഭരമായ ഈ സന്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ബയ്യത്തിന്റെ കർത്തവ്യ നിർവഹണം സാധ്യമാകുന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം പറഞ്ഞതുപോലെ അതിൽ പറഞ്ഞ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതും അതിൽ പറഞ്ഞ എല്ലാ നന്മകളും സ്വായത്തമാക്കുക എന്നതുമാണ്. അത് സ്വീകരിക്കാനായി കഴിവതും പരിശ്രമിക്കുക.
ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, तर्क शर करके തിന്മകളെ ഉപേക്ഷിച്ച് ഞാൻ എല്ലാ ശ്രേഷ്ഠതകളും കൈവരിച്ചിരിക്കുന്നു എന്ന് ധരിക്കാനല്ല മനുഷ്യനോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്, മറിച്ചത് മനുഷ്യന് ഏറ്റവും ഉന്നത കഴിവുകൾ കരസ്ഥമാക്കുന്നവനും ഉന്നത ധാർമ്മിക ഗുണങ്ങളാൽ അലങ്കൃതമാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അത് മുഖേന മനുഷ്യരിൽ നിന്നും മാനവരാശിക്ക് ഫലപ്രദവും സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കേണ്ടതാണ്. അതിന്റെ ഫലമായി അള്ളാഹു ആ മനുഷ്യനോട് തൃപ്തിപ്പെടണം. कुरान करीम से हकीकी मोहब्बत है ഒരു വിശ്വാസിക്ക് വിശുദ്ധ ഖുർആനോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാനം വരെ എത്താൻ അവൻ സ്വയം പരിശ്രമിക്കുകയും അതോടൊപ്പം തന്റെ മക്കളും ഈ സ്ഥാനം വരെ എത്തുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തിന്മയിൽ നിന്നും ഷർറിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് ശ്രേഷ്ഠതയുള്ള ലക്ഷണമല്ല. ഇതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. होना चाहिए, बल्कि हमें अपने टारगेट बड़े रखने चाहिए। നമ്മുടെ ടാർഗറ്റ് എപ്പോഴും വലുതാക്കി വെക്കണം. बयान അത് കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിൽ अपने ऊपर लागू कर പറയപ്പെട്ട എല്ലാ നന്മകളെയും തന്നിൽ നടപ്പിൽ വരുത്താനായി പരിശ്രമിക്കണം. औरत और बच्चे से हो रही होगी। ഈ പരിശ്രമം ഓരോ പുരുഷനും സ്ത്രീയും കുട്ടിയും ചെയ്യുകയാണെങ്കിൽ ഒരു പവിത്രമായ സമൂഹം ഇവിടെ ഉടലെടുക്കുന്നതാണ്. ഇസ്ലാം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സമൂഹമായിരിക്കും ഇവിടെ ഉടലെടുക്കുക. पर एतराज करने वाले हैं। ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയും ആക്ഷേപിച്ചുകൊണ്ട് ഇരിക്കുന്നവരുടെ വായ ഇത് മുഖേന അടയപ്പെടുകയും ചെയ്യുന്നതാണ്. ഇവിടെ രണ്ട് സ്ത്രീകളെ കുറിച്ച് വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവർ പല സ്ഥലത്തും പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് ആക്ഷേപിക്കുന്നതിൽ അതിര് കടന്നുവരികയാണ് അവർ. കഴിഞ്ഞ ദിവസം ഖുത്താബുൽ അഹമ്മദിയ UK പരിശ്രമ ഫലമായി UCL ഒരു സംവാദം തന്നെ നടക്കുകയുണ്ടായി. അങ്ങനെയുള്ളൊരു അവസരം അവിടെ ഒരുങ്ങുകയുണ്ടായി. യൂണിവേഴ്സിറ്റിയിലെ ആളുകളാണ് അത് സംഘടിപ്പിച്ചത്. അതിൽ ഈ രണ്ട് സ്ത്രീകളും अपनी तरफ से बड़ी भरमार, അവരുടെ लेकिन हमारे खुदा ശൈലി അനുസരിച്ച് ഇസ്ലാമിനെ വിമർശിക്കുകയുണ്ടായി. यहाँ जामिया में पढ़ വളരെ ശക്തമായ വിമർശനമായിരുന്നു നടത്തിയിരുന്നത്. നമ്മുടെ ഖാദിയങ്ങൾ, അവരിൽ ഒരാൾ ഇവിടെ ജാമിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻകാരനാണ്. രണ്ടാമത്തെ വ്യക്തി ഇംഗ്ലീഷുകാരനായ നവ അഹമ്മദിയും. मुदल्लल जवाब ഇരുവരും വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന്റെ വെളിച്ചത്തിൽ പ്രബലവും ശക്തവുമായ വായ അടപ്പം മറുപടി അവർക്ക് നൽകുകയുണ്ടായി. नहीं सुना, बल्कि उनके हमायतियों ने ഇത് കാരണം ആ രണ്ട് സ്ത്രീകളും കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. അവരുടെ ഈ അതിരുകടന്ന ആക്ഷേപ ശൈലി കണ്ടപ്പോൾ അവരുടെ അനുകൂലികൾ പോലും ദുഃഖം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദി യുവാക്കൾ മുഖേന ഇസ്ലാമിന്റെ വിജയം, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ വിജയമാണ് നടന്നത്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിനായി करने की कोशिश വളരെയധികം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴായിരിക്കും നമ്മുടെ വീടും സ്വർഗതുല്യമായി മാറുക. और माहौल में भी हम तबलीग നമ്മുടെ സമൂഹത്തിലും करने वाले बनते ചുറ്റുപാടിലും നമുക്ക് തബ്ലീഗിന്റെ കടമ നിറവേറ്റാൻ സാധിക്കുക. हुए। വിശുദ്ധ ഖുർആൻ फरमाते हैं ഓതേണ്ടതിന്റെ രീതി പഠിപ്പിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആൻ സശ്രദ്ധം शरीफ में आता ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതാണ്. कारी ഹദീസിൽ വന്നിരിക്കുന്നു, റുബ്ബ ഖാരിഇൻ യൽഅനുഹുൽ ഖുർആൻ. करीम के कारी होते हैं। വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പലരുമുണ്ട്. जो शख्स कुरान അവരിൽ വിശുദ്ധ ഖുർആൻ ശാപം ചൊരിയുന്നു. വിശുദ്ധ ഖുർആൻ लानत भेज ഓതുന്നുണ്ടെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ की आयत വിശുദ്ധ ഖുർആൻ അവരിൽ ശാപം ചൊരിയുന്നു. തിലാവത്ത് ചെയ്യുമ്പോൾ അനുഗ്രഹത്തെ പരാമർശിക്കുന്ന ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹം തേടേണ്ടതാണ്. ഏതെങ്കിലും സമൂഹത്തിന്റെ ശിക്ഷയെ പരാമർശിക്കുന്ന ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അള്ളാഹുവിന്റെ അഭയത്തിൽ വരാനായി പ്രാർത്ഥിക്കേണ്ടതാണ്. ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം ഇത് പാരായണം ചെയ്യേണ്ടതാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. की अहमियत का अंदाजा हो। ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ അവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കുക. ഇതിനോട് പ്രത്യേകമായ ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഈ പ്രാധാന്യവും പ്രത്യേക ബന്ധവും നാം വിശുദ്ധ ഖുർആന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. इस बहाने और ये कहने के വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണെന്ന് ചിലർ പറയാറുണ്ട്.
कि बाज ഇതിനെ പരാമർശിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, कुरान करीम പാമര ജനങ്ങൾ പറയാറുള്ളത് വിശുദ്ധ ഖുർആനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ പ്രയാസമുള്ള ഒന്നാണ്. ഈ ചിന്താഗതി അവർക്ക് പിണഞ്ഞ അബദ്ധമാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. അത് അതുല്യവും അനുഭവവുമാണ്. അതിന്റെ തെളിവുകൾ ഹൃദയത്തെ വശീകരിക്കുന്നതാണ്. ऐसा फसी और വിശുദ്ധ ഖുർആൻ अरब के बाद കാര്യങ്ങൾ വളരെ സമർത്ഥമായി വിവരിക്കുന്ന ഗ്രന്ഥമാണ്. പൂർണ്ണ നിരക്ഷരായിരുന്ന കാട്ടറബികൾക്ക് പോലും ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു? ये बड़ा एहसान है അള്ളാഹു ഇക്കാലത്ത് परेशान करते हुए നമ്മോട് കരുണ ചൊരിഞ്ഞുകൊണ്ട് इस्लाम को भेजा है। ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അയക്കുകയുണ്ടായി. അദ്ദേഹം ബാഹ്യമായ കൽപ്പനകൾ മാത്രമല്ല നമ്മോട് പറഞ്ഞത്, മറിച്ച് അതിന്റെ ഗഹനമായ വിജ്ഞാനങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. वाखरीन मिनहुम लम्मा यलकु बिहिम വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്നതിന്റെ इस खजाने അനുഗ്രഹം നമുക്ക് എത്തിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് ഈ ഖജനാവിൽ നിന്നും जवाहरात जमा करने की कोशिश करनी चाहिए जो हज़रत मसीह अलैहिस्सलाम ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയ മുത്തുരത്നങ്ങൾ और ये उस वक्त तक नहीं हो നമുക്ക് പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. सकता इससे ഇതിനോട് യഥാർത്ഥ സ്നേഹം വെക്കാത്തിടത്തോളം കാലം നമുക്കിത് കരഗതമാക്കുകയില്ല. मुसलमानों में ജമാഅത്തിന് പുറത്തുള്ള പലരുമുണ്ട്. बड़ी अच्छी है അവരുടെ इनामात हासिल പാരായണം വളരെ നല്ലതാണ്. चलती हैं അവർ സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. അവരുടെ റെക്കോർഡിംഗ് ചെയ്ത കാസറ്റുകൾ ലഭ്യമാണ്. इनमें से अच्छी किरत करने वाले ഇങ്ങനെ നല്ല ഭംഗിയായി പാരായണം ചെയ്യുന്നവരിൽ ചിലർക്ക് मानी और मुतालिब का नहीं पता बल्कि बड़े बड़े അതിന്റെ അർത്ഥം അറിയാത്തവരായിട്ടുമുണ്ട്. ചില വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും ഇത് ശരിക്കും അറിയാത്തവരായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നാസിഖ് മൻസൂഖ് और फिर എന്ന വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതേപോലെ इस्लाम की वफात ചില ആയത്തുകൾ ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതിൽപ്പെട്ട ഒന്നാണ് ഹദ്റത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണം എന്നത്. ചുരുക്കത്തിൽ ഇതിന്റെ അർത്ഥവും ആശയവും അവർക്ക് അന്യമാണ്. इंतजार करने वाली ഇതുമായി ബന്ധപ്പെട്ട अब्बास बिन अब्दुल मुत्तलिब താക്കീത് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. कि मैंने हजरत ഹദ്റത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു, करने वाले ഒരു കാലം വരാനിരിക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ ചിലരുണ്ടാകും. बड़ा कारी कौन है അവർ തന്നെക്കാളും വലിയ ഖുർആൻ പാരായണം അറിയുന്നവരുണ്ടോ എന്ന് പറഞ്ഞ് दरियाफ्त की फरमा ആത്മപ്രശംസ നടത്തുന്നവരായിരിക്കും. എന്നെക്കാളും വലിയ പണ്ഡിതന്മാരുണ്ടോ എന്ന് പറഞ്ഞ് അഹങ്കരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു, അങ്ങനെയുള്ളവരിൽ വല്ല നന്മയും നിങ്ങൾ കാണുന്നുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ഒരിക്കലുമില്ല. ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർ നിങ്ങളിൽ നിന്നും ഇതേ ഉമ്മത്തിൽപ്പെട്ടവരുമായിരിക്കും, എന്നാൽ അവർ നരകാഗ്നിയുടെ ഇന്ധനമായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളാക്കി മാറ്റുന്നതും അള്ളാഹുവിന് സാമീപ്യം നൽകുന്നതും നരകാഗ്നിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതും വിനയത്തോടു കൂടി വിശുദ്ധ ഖുർആന്റെ അധ്യാപനം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതൊരു തൊഴിലാക്കി മാറ്റരുത്, മറിച്ച് ഇതിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. हर अहमदी ഇതിൽ किस पर तवज्जो दे ശ്രദ്ധിക്കുക എന്നത് ഇന്ന് ഓരോ അഹമ്മദിയുടെയും കർത്തവ്യമാണ്. ഇത് കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, खुदा ताला की किश्तियों में കിഷ്തിനുഹു എന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നത്, ताला की तालीम और कुरान അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക, അള്ളാഹുവിന്റെ ഉപദേശത്തിനും വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശത്തിനുമെതിരെ ഒരു ചുവട് പോലും എടുത്തു വെക്കരുത്. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, വിശുദ്ധ ഖുർആനിലെ 700 കൽപ്പനകളിൽ നിന്നും ഒരു ചെറിയ കൽപ്പനയെപ്പോലും നിരസിക്കുന്നവൻ തനിക്കായി മോക്ഷത്തിന്റെ വാതിൽ സ്വകരം കൊണ്ട് അടക്കുകയാണ് ചെയ്യുന്നത്. പരമാർത്ഥപരവും പരിപൂർണവുമായ മോക്ഷത്തിന്റെ വാതിൽ വിശുദ്ധ ഖുർആൻ തുറന്നു തന്നിരിക്കുന്നു. മറ്റുവയെല്ലാം അതിന്റെ ഛായയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഗ്രഹിച്ച് പാരായണം ചെയ്യുക. മറ്റൊന്നിനോടും പുലർത്തിയിട്ടില്ലാത്ത വിധം നിങ്ങൾ അതിനെ വളരെ അധികം സ്നേഹിക്കുക. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അൽ ഖൈറു കുല്ലുഹു ഫിൽ ഖുർആൻ, എല്ലാവിധത്തിലുള്ള നന്മകളും വിശുദ്ധ ഖുർആനിലാണുള്ളത്. उन लोगों पर സത്യവും ഇത് തന്നെയാണ്. അതിനുമേൽ तुम्हारी तमाम फलाह മറ്റു വസ്തുക്കളെ മുന്തിക്കുന്നവർക്ക് അഹോ കഷ്ടം. कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हारी तमाम फलाह कुरान में है। और ये वो चीज है जो तुम्हा
നിങ്ങളുടെ സകല വിജയങ്ങളുടെയും മോക്ഷത്തിന്റെയും ഉറവിടം ഖുർആനിലാണുള്ളത്. നിങ്ങളുടെ മതപരമായ ഒരാവശ്യവും വിശുദ്ധ ഖുർആനിൽ കാണാത്തതായില്ല. क़यामत के दिन പുനരുത്ഥാന നാളിൽ നിങ്ങളുടെ വിശ്വാസത്തെ സത്യപ്പെടുത്തുകയോ വ്യാജപ്പെടുത്തുകയോ ചെയ്യുന്നത് ഖുർആനായിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് സന്മാർഗം നൽകാൻ കഴിവുള്ള ഗ്രന്ഥം ആകാശത്തിന് കീഴിൽ ഖുർആനല്ലാതെ മറ്റൊന്നില്ല. मैं तुम्हें सच വിശുദ്ധ ഖുർആൻ പോലുള്ള ഗ്രന്ഥം നിങ്ങൾക്ക് ദാനം ചെയ്ത അള്ളാഹു നിങ്ങളോട് ഒരുപാട് ഔദാര്യം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ക്രിസ്ത്യാനികൾക്ക് അവതരിച്ചിരുന്നെങ്കിൽ അവർ നശിക്കുമായിരുന്നില്ലെന്നും നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹവും സന്മാർഗവും തൗറാത്തിന് പകരം യഹൂദികൾക്ക് നൽകിയിരുന്നെങ്കിൽ അവരിൽ ചില കക്ഷികൾ പരലോക നിഷേധികളാകുമായിരുന്നില്ലെന്ന് ഞാൻ സത്യമായും പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തെ ആദരിക്കുക. ഇത് അങ്ങേയറ്റം പ്രിയങ്കരമായ അനുഗ്രഹമാണ്. ഇത് ശ്രേഷ്ഠമായ സമ്പത്താണ്. ഖുർആൻ വന്നില്ലായിരുന്നുവെങ്കിൽ മുഴുലോകവും അഴുകിയ മാംസപിണ്ഡം പോലെയാകുമായിരുന്നു. അതാണ് ഖുർആൻ. ഇതിനെതിരുള്ള എല്ലാ മാർഗദർശനവും നിഷ്ഫലമാണ്. अलैहिस्सलाम फरमाते हैं तुम्हारे लिए एक जरूरी വീണ്ടും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഇതാണ്: പിൻപുറം തള്ളിക്കളഞ്ഞ ഒരു ഗ്രന്ഥത്തെ പോലെ നിങ്ങൾ വിശുദ്ധ ഖുർആനെ തള്ളിക്കളയരുത്. കാരണം നിങ്ങളുടെ ജീവിതം ഇതിലാണ് നിലകൊള്ളുന്നത്. ഖുർആന് ബഹുമാനം നൽകുന്നവർ ആകാശത്തിൽ ബഹുമാനിക്കപ്പെടുന്നതാണ്. और हर एक എല്ലാ ഹദീസുകളെക്കാളും മറ്റുള്ളവരുടെ വചനങ്ങളെക്കാളും വിശുദ്ധ ഖുർആനെ മുന്തിക്കുന്നവർ ആകാശത്തിൽ മുന്തിക്കപ്പെടും. नहीं मगर कुरान മനുഷ്യകുലത്തിന് ഭൂലോകത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥവുമില്ല. ആദം സന്തതികൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാതെ ഒരു റസൂലോ ശുപാർശകനോ വേറെയില്ല. അതിനാൽ ഈ പ്രതാപശാലിയായ നബിയോട് നിങ്ങൾ ഹൃദയംഗമമായ സ്നേഹം പുലർത്താൻ ശ്രമിക്കുക. पर तुम नजात ഉപരിലോകത്ത് നിങ്ങൾ മോക്ഷം പ്രാപിച്ചവരെന്ന് എഴുതപ്പെടുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേക്കാൾ ശ്രേഷ്ഠത്വം മറ്റാരിലും കൽപ്പിക്കരുത്. മോക്ഷം എന്നത് മരിച്ച ശേഷം മാത്രം വെളിവാകുന്ന എന്തോ ഒന്നല്ലെന്ന് ഓർത്തുകൊള്ളുവിൻ. മറിച്ച് യഥാർത്ഥമായ മോക്ഷം ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ തെളിച്ചം കട്ടുന്നതാണ്. ആരാണ് മോക്ഷം പ്രാപിച്ചവൻ? ദൈവം സത്യമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടിജാലത്തിന്റെയും ഇടയിലുള്ള ശുപാർശകനാണെന്നും വിശ്വസിക്കുന്നവർ തന്നെ. ആകാശത്തിന് കീഴിൽ ആ പുണ്യാത്മാവിന്റെ പദവിയിലുള്ള മറ്റൊരു നബിയും ഇല്ല. ഖുർആനു താദാത്മ്യം പുലർത്തുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല. അള്ളാഹു ആരെയും ചിരഞ്ജീവിയാകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഈ വരിഷ്ഠനായ നബി കാലാകാലത്തേക്കും ജീവിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം എന്നെന്നും ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി ആ മഹാത്മാവിന്റെ ശരീഅത്തും ആത്മീയ സ്വാധീനവും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതിനുള്ള അടിത്തറ അള്ളാഹു ഇട്ടിരിക്കുന്നു. रूहानी फैज रसानी से ഒടുവിലായി ആ ദിവ്യാത്മാവിന്റെ ആത്മീയ അനുഗ്രഹ പ്രാപ്തി മുഖേന ഇസ്ലാമിക സൗധത്തിന്റെ സമ്പൂർത്തീകരണത്തിനായി ഈ വാഗ്ദത്ത മസീഹിനെ ലോകത്തേക്ക് അയച്ചിരിക്കുന്നു. जब तक मोहम्मद മൂസവി സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് പോലെ रंग का ना दिया മുഹമ്മദി സമുദായത്തിനും के मूसवी सिलसिले ആത്മീയമായ രീതിയിൽ ഒരു മസീഹ് നൽകപ്പെടുന്നത് വരെ ഈ ലോകം അവസാനിക്കാതിരിക്കേണ്ടത് നിർബന്ധമായിരുന്നു. അതിലേക്കാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലസീന അൻഅംത അലൈഹിം എന്ന ഖുർആനിക വചനം സൂചന നൽകുന്നത്. जो भी आने നമ്മെയും നമ്മുടെ മക്കളെയും जिन्होंने मसीह വരുന്ന തലമുറയെയും ഖിയാമത്ത് നാൾ വരുന്ന മുഹമ്മദി മസീഹിനെ അംഗീകരിച്ചവരെയും വിശുദ്ധ ഖുർആനെ ശരിയാവണ്ണം സ്നേഹിച്ചുകൊണ്ട് അതിന്റെ കൽപ്പനകൾ തങ്ങളിൽ നടപ്പിൽ വരുത്തുന്നവരാക്കി അള്ളാഹു മാറ്റട്ടെ. ഇതിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് എപ്പോഴും ഫലമെടുക്കുന്നവരായി തീരുകയും ചെയ്യട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له
ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.